വാട്സ്ആപ്പ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് കെമിസ്ട്രിയാണ്. നമ്മൾ കെമിസ്ട്രിയുടെ IC സിലബസിൻ്റെ 6ാം ക്ലാസ് വരെ അടുത്തൊരു പാഠമായിട്ടുള്ള പ്യുവർ ആൻഡ് മിക്സഡ് സബ്സ്റ്റൻസ്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് പ്യുവറും മിക്സഡ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മിക്സ്ചർ അല്ലെങ്കിൽ ഇംപ്യൂർ സബ്സ്റ്റൻസ് എന്തുകൊണ്ടും പറയുന്നത് നിങ്ങൾക്ക്. ഫസ്റ്റ് തന്നെ നമുക്ക് പ്യുവർ vs ഇംപ്യുവർ, ദ 2 ടൈപ്സ് ഓഫ് മാറ്റർ. നമ്മൾ 2 ടൈപ്പ് ഓഫ് മാറ്ററിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നിങ്ങളുടെ ലോകത്തുള്ളത് മൊത്തം ഈ ഒരു ആറ്റംസും മോളിക്യൂൾസും മാത്രമല്ല, ഇതിനെ വേർതിരിക്കും മോളിക്യൂൾസ്, ആറ്റംസ്. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം പ്യുവർ സബ്സ്റ്റൻസ്. ഒരു എക്സാമ്പിൾ ഗോൾഡ്. Pure substance an element or compound containing only one kind of atom or molecule with a definite set of properties. ഗോൾഡിൻ്റെ സിമ്പിൾ എന്തുവാണ്? സിമ്പിൾ AU ഓറം എന്നാണ് നമ്മളതിന് പറയുന്നത്. ഓക്കെ, അടുത്താണ് മിക്സ്ചർ ഓർ ഇംപ്യൂർ സബ്സ്റ്റൻസ്. 2 or more substance mixed in any ratio with no chemical occurring between them. എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് സബ്സ്റ്റൻസിനെ ഏതെങ്കിലും ഒരു റേഷ്യോയ്ക്കകത്ത് മിക്സ് ചെയ്യുന്നതിനാണ് നമ്മൾ മിക്സ്ചർ അല്ലെങ്കിൽ ഇംപ്യൂർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് മിക്സ്ചർ 2 ടൈപ്പ് ഓഫ് മിക്സ്ചറാണ് ഇതായിട്ടുള്ളത്, ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ്. ഓക്കെ, ഹോമോജീനിയസ് ഹെട്രോജീനിയസ് എന്തുവെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നോക്കാം ഹോമോജീനിയസ് മിക്സ്ചർ. A mixture where the components are uniformly distributed and cannot be seen separately. അത് നമുക്ക് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് സാൾട്ട് വാട്ടറിനെ പറയാം. അതാകുമ്പം നമുക്ക് എന്തുകൊണ്ടും പറ്റില്ല, ഒരിക്കലും കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് നമുക്ക് ആ ഉപ്പിനെ കാണാൻ പറ്റത്തില്ല. അടുത്താണ് ഹെട്രോജീനിയസ് മിക്സ്ചർ. A mixture where the components are uniformly distributed and cannot be seen separately. നമുക്കതിനെ കണ്ണുകൊണ്ട് ഇപ്രാവശ്യം കാണുവാൻ പറ്റും. പക്ഷേ നേരത്തെ ഹോമോജീനിയസിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, പക്ഷേ ഹെട്രോജീനിയസ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഹോമോജീനിയസ് സാൾട്ട് സൊല്യൂഷൻസ്, ബ്രാസ് അലോയ്, സീ വാട്ടർ. ഹെട്രോജീനിയസ് സാൻഡ്, ചാർക്കോൾ, പെട്രോൾ ആൻഡ് വാട്ടർ, എയർ. ഇത്രയാണ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ. സാൾട്ട് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഉപ്പുവെള്ളം, ബ്രാസ് എന്ന് പറയുമ്പം നമ്മുടെ ഒരു സൈസ് ഇരുമ്പാണ്, ഞാനത് അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ സീ വാട്ടർ, ഉപ്പ്, നമ്മൾ കടൽ വെള്ളം. പിന്നെ അടുത്താണ് ദ ഗ്രേറ്റ് സെപ്പറേഷൻ, ഹൗ ടു അൺമിക്സ് തിങ്സ്. ഇപ്പം ഇതിനെ തിരിച്ച് 2 ആക്കി മാറ്റാൻ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മാഗ്നറ്റിനെ ഉപയോഗിച്ചാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. മിക്സ്ചർ, എ മിക്സ്ചർ ഓഫ് മാഗ്നറ്റിക് അയൺ ഫില്ലിംഗ് ആൻഡ് നോൺ മാഗ്നറ്റിക് ചാക്ക് പൗഡർ. എന്ന് പറയുമ്പം നമ്മുടെ ഒരു ഇരുമ്പ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇതിലുള്ളത് ഉള്ള ഒരു അയണും പിന്നെ അല്ലാത്തൊരു ചാക്ക് പൗഡറും തമ്മിലുള്ള മിക്സ്ചർ. ആ മിക്സ്ചറിനെ നമുക്ക് മാഗ്നറ്റ് ഉപയോഗിച്ച് വേർതിരിച്ചെടുക്കാം. പിന്നുള്ളതാണ് സാൾട്ട് ഫ്രം സീ വാട്ടർ. ഇപ്പം ഉപ്പുവെള്ളത്തിനെ നമുക്ക് ഇവാപ്പറേറ്റ് ചെയ്ത് എടുക്കാം. എന്നെങ്കിൽ ഇപ്പോൾ കുറച്ച് ക്രിസ്റ്റൽസ് ഓഫ് സാൾട്ട് ഈസ് ലെഫ്റ്റ്. വെൻ ഓൾ ദ വാട്ടർ ഹാസ് ഇവാപ്പറേറ്റഡ് സാൾട്ട് ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന് പറയുമ്പോൾ ബാക്കിയായിട്ട് വരുന്നതാണ് സാൾട്ട്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് അടുത്തതായിട്ട് വരാം സെപ്പറേറ്റിംഗ് ക്യാമ്പർ. ഓക്കെ, എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് 1 ഹീറ്റ് മിക്സ്ചർ. എ മിക്സ്ചർ ഓഫ് സാൻഡ് ആൻഡ് ക്യാമ്പർ ഈസ് ഹീറ്റഡ് ജെൻലി. എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് നമ്മളൊന്ന് ചൂടാക്കുക. ക്യാമ്പർ എന്ന് പറയുമ്പം കർപ്പൂരവും മണലും കൂടെ ഉള്ള ഒരു മിക്സ്ചറിന് നമ്മൾ ചെറുതായിട്ട് ചൂടാക്കുക. എന്നിട്ട് അതിനകത്തുനിന്ന് വരുന്ന ആ ഗ്യാസിനെ എടുക്കുക, നിങ്ങൾ ഒരു എന്തെങ്കിലും ഒരു സാധനത്തിലോട്ട് കളക്ട് ചെയ്യുക. എന്നിട്ട് ആ ഗ്യാസിൽ നിന്ന് അപ്പോൾ ഗ്യാസ് കൂളാകുമ്പോൾ ക്യാമ്പർ ഒരിടത്തും ഈ ചൂടാക്കി സാധനം അവിടെ കാണും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി കുറച്ച് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ ടെക്സ്റ്റ് ബുക്കിൽ. ഇനി എന്തെങ്കിലും ഞാൻ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാനത് അടുത്ത ക്ലാസ്സിൽ എഴുതുന്നതായിരിക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കെമിസ്ട്രി പാഠങ്ങൾ കൂട്ടുകാരികളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. അവരും കൂടെ പഠിക്കട്ടെ ഗൈസ്. ബൈ.